നമ്മൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചെമ്മീൻ മേടിക്കാനായി ഞങ്ങൾ പേള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പിഴല എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് കൗതുകം തോന്നും. ഇത് എറണാകുളം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഈ അടുത്ത കാലത്താണ് പാലം വരികയും റോഡും ദ്വീപുമായി ബന്ധിക്കുകയും ചെയ്തത്. പിഴല എന്നുള്ളത് ഒരു പോർച്ചുഗീസ് വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ദ്വീപിൽ സമാധാനം എന്നാണ്. ഇവിടുത്തെ ആളുകളും ഇതേമാതിരിയാണ്. നമ്മളിപ്പോൾ പാലം ഇറങ്ങി ഇനിയും കോൺക്രീറ്റ് റോഡിലേക്ക് കയറുകയാണ്. റോഡിൻ്റെ ഇരുവശത്തും ചെമ്മീൻ കെട്ടുകളും മറ്റും മത്സ്യകൃഷികളും നമുക്ക് കാണാം. ഇപ്പോൾ സമയം രാവിലെ 7:30 മണി. നമ്മൾ ചെമ്മീൻ മേടിക്കാനാണല്ലോ വന്നത്. അന്വേഷിച്ചപ്പോൾ രാത്രിയാണ് വല പൊക്കണേന്നാണ് പറഞ്ഞ കേട്ടെ. ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ കുറച്ച് നേരം ഇതിൻ്റെ ചുറ്റും കിടന്ന് യാത്ര ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മോർണിംഗ് വാക്കിന് പറ്റിയ ശാന്തസുന്ദരമായൊരു സ്ഥലമാണിത്. പിന്നൊരു കാര്യം, നമ്മൾ ഇതുവരെയും പേളയുടെ മധ്യഭാഗത്ത് എത്തിയിട്ടില്ല. ഇത് കണ്ടെയ്നർ റോഡിൻ്റെ പരിസര പ്രദേശങ്ങൾ മാത്രമാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് രാത്രി ഒന്നും കൂടി വരാം. ഇപ്പോൾ സമയം രാത്രി 8 മണി. ഞങ്ങൾ ഇരത്ര സേവാരേട്ടൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. ചീനവല പുഴയിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. വല ഇപ്പം തന്നെ പൊക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും, ചിലപ്പോൾ ഇതിനകത്തുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. വല ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂപ്പൻ ചെന്നിട്ട് വല കുടഞ്ഞ് മീനുകളെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് കോരി ബാസ്ക്കറ്റിലേക്ക് ഇടും. ഇത് ഇനി വേർതിരിക്കണം, ചെമ്മീനായിട്ടും മീനായിട്ടും. ചെമ്മീൻ തന്നെ വലിയ ചെമ്മീനും ചെറിയ ചെമ്മീനായിട്ടുണ്ട്. കട്ടില മൂന്നാല് പ്രാവശ്യം വലയിട്ടാലാണ് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പിന്നൊരു കാര്യം,
ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അവസരം ഒരുക്കി തന്നത് പേളയിലെ ജോസഫ് സേവിയറാണ്. ജാപ്റ്റിൻ. നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതായിട്ട് വീട്ടിലേക്ക് പോവാം. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണമെന്നൊന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ഒരു കറുത്ത നൂല് പോലത്തെ ഒരു സാധനമുണ്ട്. അതെന്തായാലും നമ്മൾ കളയണം, അല്ലെങ്കിൽ അത് നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവും. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഇതിൻ്റെ തലയും വാലും കളയണമെന്നില്ല. മിക്സിയുടെ ചെറിയ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും വേപ്പിലയും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് ശരിക്കും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഈ പേസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അരച്ച് എടുക്കാം. ശരിക്കും പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞില്ലെങ്കിൽ ലേശം വെള്ളം കൂടി ചേർത്ത് ശരിക്കും അരച്ചെടുക്കാം. മൊത്തം നമ്മളെ 2 കോട്ടിങ്ങാണ് ചെയ്യുന്നത്. ആദ്യത്തെ പേസ്റ്റിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ രണ്ടാമത്തെ കോട്ടിങ്ങിനായി മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഈ പ്രോൺസിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഈർക്കിലി തല മുതൽ വാല് വരെ ഇതേപോലെ കയറ്റി ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. സെക്കൻഡ് കോട്ടിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കളർ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മാറ്റി വെച്ച ആ പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. നമുക്കിനി പ്രോൺസിന് രണ്ടാമത്തെ കോട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ടിടാം. ഇത് ഓരോന്നും ഇങ്ങനെ ഇട്ട് ഒരു 5 മിനിറ്റ് തിരിച്ചും മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. നമുക്കിതെടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി. എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമായ വീഡിയോ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.